ഓക്കെ 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 ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ വരച്ചതാണ്. ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെപ്പോഴാണ് വരച്ചത്? ഞാൻ മൈക്കും കൂടെ വണ്ടിയിൽ നിന്ന് പുറത്തുവിടുന്നതാണ്. ഓക്കെ, ആദ്യം ഇവൻ സർപ്രൈസ് ആയിട്ട്, സത്യം പറയല്ലോ പ്രേക്ഷകരോട്, ആദ്യം എനിക്ക് ഇവൻ സർപ്രൈസ് ആയിട്ട് തന്നു വീഡിയോക്ക് മുന്നേ. പിന്നെ ഒരു റീടേക്ക് ആണ്, സത്യം പറഞ്ഞാൽ റീടേക്ക് ആണ്. നമ്മൾ പിന്നെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ സുഹൃത്തുക്കൾ അടിയുന്നത്. എപ്പോഴാണ് വരച്ചത് ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷമാണ് വരച്ച് തുടങ്ങിയത്. പേരൊന്ന് പറയും. പേര് ബിൻഷാദ്. ബിൻഷാദിനെ ഞാൻ പിന്നെ ബിൻഷാദിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചു ഇതിൻ്റെ മാനേജറോട്. ബിൻഷാദ് പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ നല്ല ഉയർന്ന മാർക്കോട് കൂടി പാസ്സായ ആളല്ലേ? +2 കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? ഇനി എയിമെന്ന് പറഞ്ഞേ. എയിം IIT UCD പോകണം എന്നാണ്. IIT കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി. നിനക്ക് കിട്ടും. +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 961 മാർക്കുള്ള കുട്ടിയാണ്. കൈ ഒന്നുകൂടെ കൊണ്ടോ? കൈ അടിപൊളി. ചിത്രം നോക്കി നിങ്ങൾ, ഇതിന്റെ പെർഫെക്ഷൻ മാഷാ അല്ലാ, അടിപൊളി. ഈ അവിടെ ഇവനിങ്ങനെ, ഞാനിതൊന്നും അറിയുന്നില്ല, ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ വരച്ചു. എത്ര മിനിറ്റ് കൊണ്ട് വരച്ചത്? 15 മിനിറ്റ് കൊണ്ട് വരച്ചു. എങ്ങനെ നേരത്തെ വരയ്ക്കാറുണ്ടോ? വരക്കാൻ ഞാനിപ്പോ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതിന്? ഡിസൈനിങ്. അതായത് ആ കോച്ചിങ് ഉണ്ട്. പിന്നെ ജെയിന്റെ കോച്ചിങ് ഉണ്ട്. ജെയ് എഴുതണമെന്നാണ്. ജെയ് 2 പേപ്പറാണ് എഴുതണുള്ളത്. അപ്പോ മെയിനുണ്ട് അഡ്വാൻസ് ഉണ്ട്. എഴുതെടുക്കണ്ടേ? എന്നത്തേക്കാ പ്രതീക്ഷിക്കണത്? ജനുവരിയിൽ എക്സാം ഉണ്ട്. ഞാൻ മെയിനായിട്ട് UCD ആണ് എൻട്രൻസ്, ഡിസൈനിങ്ങിനുള്ള എൻട്രൻസിനാണ് നോക്കണത് അല്ലേ? ഓക്കെ. പിന്നെ എന്താ വരക്കാൻ കാരണം? എന്താ പിന്നെ വരക്കാന്? ഒന്നല്ല, ഞാനിവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ചിലവരെ അരച്ചു കൊടുക്കാറുണ്ട്. അപ്പോ ജസ്റ്റ് നല്ല പോസിൽ നിൽക്കണവരെ നല്ല പോസിൽ നിൽക്കണ. ഇതിന്റെ പെർഫെക്ഷൻ ആണ് നോക്കുന്നത്. എത്ര കാലമായിട്ട് ചിത്രം വരക്കുന്നുണ്ട്? ചെറുപ്പം തൊട്ട് വരക്കാണല്ലേ? ചെറുതായിട്ട് വരച്ച് ഇവിടുന്ന് വരച്ചു കൊടുത്ത ആളുകള് അറബികളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് മാനേജർ. അവരുടെ റെസ്പോൺസ് എന്താ? നമ്മള് വരച്ചു കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതാണ് മെയിനായിട്ട്. എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എങ്ങനെ സന്തോഷം. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, ഇപ്പ, അനിയൻ. എന്തെങ്ങനെ ജോലി ചെയ്യാൻ കാരണം പഠനത്തോടൊപ്പം? അതായത് എനിക്ക് ട്യൂഷൻ ഫീസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള. ഞാൻ പറഞ്ഞില്ല, ഞാൻ BEd കഴിഞ്ഞ ഉടനെ, നസീബേ, BEd കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. അതിൽ ഫാമിലിയിലെ ട്രിപ്പൊക്കെ ഞാൻ എടുത്തിരുന്നു. നമുക്ക് പോക്കറ്റ് മണിക്ക്. BEd കഴിഞ്ഞിട്ട് സ്കൂൾ കയറുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഊട്ടിയിലേക്കും മൈസൂരിലേക്കൊക്കെ കുടുംബക്കാരെ അയൽവാസികളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് പോക്കറ്റ് മണി നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊന്നൊരു ഇതല്ല. ഭാവിയിൽ നീ നല്ല ഒരു പഠിച്ച് നല്ലൊരു നല്ല അനുഭവം. ഞാൻ ശരിക്ക് സർപ്രൈസ് ആയിട്ടോ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ. അത്രയും ക്രിയേറ്റീവായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് അവന് വരച്ചു. പിന്നെ അതിലുപരി അവന് നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മാർക്കുണ്ട്, പഠനത്തിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുവിധ കുട്ടികളൊക്കെ UK US പോകുന്ന കുട്ടികൾ അവിടെ ചെന്നവർ പാർട്ട് ടൈമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു പ്രശ്നമായുള്ള കാര്യമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ പഠനത്തിന് കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതെന്തോ ഒരു പിന്നെ കുട്ടികൾക്ക് അത്ര ഒരു മോട്ടിവേറ്റഡ് അല്ല. കുട്ടികൾ ശരിക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇത്. അവരെ സ്വന്തം ഫീസിനുള്ളത് അവർ കണ്ടെത്തണം. അപ്പോഴാണ് അതൊരു പിന്നെ കൂടുതൽ ഡെഡിക്കേഷൻ ഉണ്ടാവുള്ളൂ. അല്ല, എനിക്ക് ഇത് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഞാനും ഷോക്ക്ഡായി ശരിക്കും ഇതിൻ്റെ ആ പെർഫെക്ഷൻ. കാരണം ജസ്റ്റ് നിങ്ങളുടെ അത്രയും ദൂരം നിന്ന് കണ്ടിട്ടുള്ള അല്ലേ, ശരിക്കും നിങ്ങൾ ക്ലോസപ്പിലല്ലത്. വിഷ്വല് അത്രയും ദൂരം നിന്ന് കണ്ടിട്ടുള്ളതാണ് ഇത് ചെയ്തത്. അതൊരു ഇത്. പിന്നെ അതിൻ്റെ കൂടെ ഇവനിപ്പോൾ JEE പ്രിപ്പറേഷനാണ്, പിന്നെ ഡിസൈൻ, പിന്നെ ഇതിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേറെ നമുക്ക് അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവൻ്റെ പഠനത്തിനുള്ള ട്യൂഷൻ ഫീസ് അവന് സ്വന്തമായിട്ട് കണ്ടെത്തുന്നു.